ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പുതുവത്സര ദിനത്തിൽ ചരിത്രം കുറിച്ച് ISRO. PSLV C-58 വിക്ഷേപണം വിജയം. കേരളത്തിന് അഭിമാനമായി വിസാറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് ലക്ഷദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. മറ്റന്നാൾ കേരളത്തിൽ. നൂതന സാങ്കേതിക രംഗത്ത് രാജ്യത്തിന് വഴികാട്ടിയാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ-സ്മാർട്ട് പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കം. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. മാറ്റിവച്ച നവകേരള സദസ്സ് ഇന്ന് എറണാകുളത്ത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഡേവിഡ് വാർണർ ഏകദിനത്തിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. പുതുവത്സര ദിനത്തിൽ ചരിത്രം കുറിച്ച് ISRO. PSLVയുടെ 60ാമത് വിക്ഷേപണമായ PSLV C-58 റോക്കറ്റ് പ്രപഞ്ച രഹസ്യം തേടുന്ന എക്സ്പോസാറ്റ് ഉപഗ്രഹവും കേരളത്തിന്റെ വിസാറ്റ് ഉൾപ്പെടെ മറ്റ് 10 ചെറു ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാവിലെ 9:10 ഒന്നാം വിക്ഷേപണത്തറയിൽ നിന്നാണ് റോക്കറ്റ് കുതിച്ചുയർന്നത്. എനർജി ബാൻഡിലെ എക്സ്റേ ധ്രുവീകരണം, ഊർജ്ജ ബാൻഡിൽ കോസ്മിക് എക്സ്റേ സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തൽ, കോസ്മിക് സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനം അളക്കൽ എന്നിവയാണ് ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 650 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എക്സ്പോസാറ്റ് വിജയകരമായി എത്തിച്ചതായി ISRO മേധാവി S. സോമനാഥ് പറഞ്ഞു. ISRO വിക്ഷേപിച്ച PSLV C-58ൽ കേരളത്തിന് അഭിമാനമായി വിസാറ്റും. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് വിസാറ്റിന് രൂപം നൽകിയത്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ബഹിരാകാശത്തും ഭൂമിയിലും ഉണ്ടാക്കുന്ന സ്വാധീനം കേരളത്തിന്റെ കാലാവസ്ഥയെ എപ്രകാരം ബാധിക്കുന്നുവെന്ന് പഠിക്കാനുള്ള ഉപഗ്രഹമാണ് വിസാറ്റ്. രാവിലെ 9:10 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് എക്സ്പോസാറ്റും വിസാറ്റ് ഉൾപ്പെടെയുള്ള 10 ചെറു ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റ് വിക്ഷേപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 2 ദിവസം തമിഴ്നാടും ലക്ഷദ്വീപും സന്ദർശിക്കും. നാളെ രാവിലെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ എത്തുന്ന അദ്ദേഹം ഭാരതീദാസൻ സർവകലാശാലയുടെ 38ാം ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുപരിപാടിയിൽ 19,850 കോടി രൂപയിലധികം വരുന്ന വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3:15 ലക്ഷദ്വീപിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തൃശൂരിൽ. ഉച്ചയ്ക്ക് കൊച്ചിയിൽ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിലിറങ്ങും. തുടർന്ന് 8 കിലോമീറ്ററോളം റോഡ് മാർഗം സഞ്ചരിച്ച് നഗരത്തിലെത്തും. വൈകിട്ട് മഹിളാ സംഗമത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ ആഘോഷപൂർവ്വം സ്വീകരിച്ച് രാജ്യവും ലോകവും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ എന്നിവർ ജനങ്ങൾക്ക് ആശംസ നേർന്നു. 2024 സമൃദ്ധിയും സമാധാനവും ആരോഗ്യവും എല്ലാവർക്കും സമ്മാനിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പോസ്റ്റിൽ ആശംസിച്ചു. സംസ്ഥാനത്തും പുതുവർഷാഘോഷങ്ങൾ ആവേശഭരിതമായി. കോവളം, ഫോർട്ട് കൊച്ചി, കോഴിക്കോട് ബീച്ച് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ആഘോഷങ്ങൾ രാവേറെ നീണ്ടു. പുതുവർഷത്തെ വരവേറ്റ് ഫോർട്ട് കൊച്ചിയിൽ അർദ്ധരാത്രി പാപ്പാഞ്ഞിക്ക് തിരികൊളുത്തി. ആയിരക്കണക്കിന് ആളുകളാണ് 80 അടി ഉയരമുള്ള പച്ചയും നീലയും വസ്ത്രമണിഞ്ഞ പാപ്പാഞ്ഞി കത്തിയമരുന്നത് കാണാൻ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ തടിച്ചുകൂടിയത്. പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് സംസ്ഥാനത്താകെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പുതുവർഷ ആശംസകൾ നേർന്നു. രാജസ്ഥാൻ സർക്കാർ ഇന്നു മുതൽ 450 രൂപ സബ്സിഡി നിരക്കിൽ ഗാർഹിക LPG സിലിണ്ടറുകൾ നൽകും. സബ്സിഡി തുക വനിതാ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് കൈമാറുമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അറിയിച്ചു. നൂതന സാങ്കേതിക രംഗത്ത് രാജ്യത്തിന് വഴികാട്ടിയാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ-സ്മാർട്ട് പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് 900ഓളം സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭിക്കുന്ന കെ-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ സേവനങ്ങൾ വിരൽത്തുമ്പിൽ തന്നെ ലഭിക്കാൻ ജനങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭ്യമാക്കുമ്പോൾ അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യാ രംഗത്ത് എന്നും നമ്മുടെ രാജ്യത്തിന് വഴികാട്ടിയായി തന്നെ നിന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. സാങ്കേതിക വിദ്യ അതിവേഗമാണ് ഈ ഘട്ടത്തിൽ വളരുന്നത്. സാങ്കേതിക വിദ്യാ രംഗത്തെ വളർച്ചയെ സമൂഹത്തിന്റെ നാനാമേഖലകളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കുക, ഇതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. 45,000-ഓളം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറിയത്.
91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. വൈകുന്നേരം വർക്കല ശിവഗിരിയിൽ നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനത്തിന് ശേഷം കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ മികച്ച ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. കോട്ടയം, എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നത്തെ യാത്ര. കോട്ടയം ജില്ലയിൽ കാണക്കാരി, കുറവിലങ്ങാട്, എറണാകുളം ജില്ലയിൽ ഉദയംപേരൂർ, തിരുവാണിയൂർ, മലപ്പുറത്ത് വേങ്ങര, കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം. കണ്ണൂർ ജില്ലയിൽ പാനൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തും തലശ്ശേരി ടൌൺ ഹാൾ കോമ്പൌണ്ടിലുമാണ് യാത്ര. ഇതിനു പുറമെ കോളയാട് പഞ്ചായത്ത് ഗ്രൌണ്ടിലും പാട്യം പഞ്ചായത്തിലും പര്യടനം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ കിളിമാനൂർ, പഴയ കുന്നുമ്മേൽ ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്കിടെ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ഗുണഭോക്താവ് സാജൻ ആകാശവാണി വാർത്തകളോട്. എന്റെ കുട്ടിയുടെ ഭാവി ആയിട്ട് ബന്ധപ്പെട്ട് സുകന്യ സമൃദ്ധി എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെക്കുറിച്ച് പോസ്റ്റ് ഓഫീസിൽ മുഖാന്തരം അറിയുകയും കുട്ടിക്ക് ഭാവി സുരക്ഷിതമാക്കുന്ന അവളുടെ വിദ്യാഭ്യാസവും അവളുടെ ഭാവി ജീവിതത്തെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതിയിൽ അംഗമാകുകയും ഞാനത് സ്ഥിരമായിട്ട് എല്ലാ മാസവും അത് തുടർന്നു പോകുന്നുണ്ട്. നരേന്ദ്രമോദി ആവിഷ്കരിച്ച പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിനെക്കുറിച്ച് അന്വേഷിക്കണം, മനസ്സിലാക്കിക്കൊണ്ട് ഇത് നിങ്ങളെല്ലാവരും ചേരണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എറണാകുളം ജില്ലയിൽ മാറ്റിവച്ച നവകേരള സദസ്സ് ഇന്നും നാളെയുമായി നടക്കും. നേരത്തെ ഡിസംബർ 9 നടത്താൻ നിശ്ചയിച്ചിരുന്ന നവകേരള സദസ്സ് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് മാറ്റിവച്ചത്. ഉച്ചകഴിഞ്ഞ് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിലാണ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്നത്. തുടർന്ന് പിറവം KSRTC ബസ് സ്റ്റാൻഡ് ഗ്രൌണ്ടിൽ പിറവം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കും. നാളെ ഉച്ചകഴിഞ്ഞ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് പുതിയകാവ് ക്ഷേത്ര മൈതാനിയിലും വൈകിട്ട് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനിയിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സും നടക്കും. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം. കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 8 വരെ കൊല്ലത്താണ് കലോത്സവ പരിപാടികൾ. സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര നാളെ രാവിലെ കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിക്കും. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ C മനോജ് കുമാർ കപ്പ് ഏറ്റുവാങ്ങും. തുടർന്ന് ഘോഷയാത്രയായി ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിലെത്തിക്കും. രാമനാട്ടുകര ഗണപത് AUP സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് മലപ്പുറം DDE കപ്പ് ഏറ്റുവാങ്ങും. മറ്റന്നാൾ കൊല്ലത്ത് എത്തിച്ചേരും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 24 മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തെക്കൻ അറബിക്കടലിൽ മധ്യഭാഗത്തായി ശക്തി പ്രാപിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. മുത്തങ്ങ കുമഴി വനമേഖലയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ദേശീയപാത 766 മുത്തങ്ങ കല്ലൂരിന് സമീപം കാട്ടാനയ്ക്ക് ബസ് ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് തീറ്റയെടുക്കാനും നടക്കാനും ബുദ്ധിമുട്ടിയിരുന്ന ആനയെ മയക്കുവെടിവെച്ച് വനം വകുപ്പ് ചികിത്സ നൽകി വരികയായിരുന്നു. കേരളത്തിൽ കുടുംബശ്രീ വലിയ വിജയമായതിന്റെ പിന്നിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. രാജ്യത്തെ പെൺകരുത്തിന്റെ അടയാളമാണ് കുടുംബശ്രീ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഡേവിഡ് വാർണർ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുവത്സര ദിനത്തിൽ ചരിത്രം കുറിച്ച് ISRO. PSLV C-58 വിക്ഷേപണം വിജയം. കേരളത്തിന് അഭിമാനമായി VSAT. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് ലക്ഷദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. മറ്റന്നാൾ കേരളത്തിൽ. നൂതന സാങ്കേതിക രംഗത്ത് രാജ്യത്തിന് വഴികാട്ടിയാണ് കേരളമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. K-സ്മാർട്ട് പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കം. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. മാറ്റിവച്ച നവകേരള സദസ്സ് ഇന്ന് എറണാകുളത്ത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഡേവിഡ് വാർണർ ഏകദിനത്തിൽ നിന്ന് വിരമിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.